ബോർഡർ ഗവാസ്കർ ട്രോഫി രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ നാളെ ടീം ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടാനായി ഇറങ്ങുകയാണ്. അഡ്ലേഡ് ഓവലിൽ ടീം ഇന്ത്യ നാളെ രണ്ടാം മത്സരത്തിനായി ഇറങ്ങുമ്പോൾ പ്ലേയിങ് കോമ്പിനേഷനുകളിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കഴിഞ്ഞ മത്സരത്തിലിറങ്ങിയ പ്ലേയിങ് 11-ൽ നിന്നും 3 മാറ്റങ്ങളാണ് നിലവിൽ പറയുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടീമിൽ തിരിച്ചെത്തിയതോടുകൂടി ഓപ്പണിംഗ് കോംബോയിൽ മാറ്റമുണ്ടാകുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ജയ്സ്വാൾ, KL രാഹുൽ കൂട്ടുകെട്ട് കഴിഞ്ഞ മത്സരത്തിൽ ടീം ഇന്ത്യക്ക് മികച്ച തുടക്കം തന്നെയായിരുന്നു സമ്മാനിച്ചിരുന്നത്. പെർത്തിൽ വമ്പൻ വിജയം നേടുന്നതിനായി ഈ ജോഡി ടീം ഇന്ത്യയെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രോഹിത് തിരിച്ചെത്തുമ്പോൾ ഓപ്പണിംഗിൽ അഴിച്ചുപണികൾക്ക് ടീം ഇന്ത്യ തയ്യാറാകുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്നാൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം KL രാഹുൽ ജയ്സ്വാൾ സഖ്യത്തിന്റെ തന്നെ രണ്ടാം ടെസ്റ്റിലും ടീം ഇന്ത്യ ഓപ്പണിംഗിലേക്ക് തന്നെ പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. രോഹിത് പ്ലേയിങ് 11-ലേക്ക് എത്തുമ്പോൾ പതിവ് ഓപ്പണിംഗ് റോളിൽ നിന്ന് മാറി 1 ഡൗൺ ബാറ്റിംഗ് പൊസിഷനായിരിക്കും അദ്ദേഹത്തിന് ടീം ഇന്ത്യ നൽകുക. പ്ലേയിങ് 11-ലെ മറ്റൊരു മാറ്റമായി ചൂണ്ടിക്കാണിക്കുന്നത് ശുഭ്മാൻ ഗിൽ രണ്ടാം ടെസ്റ്റിലേക്ക് ടീം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന കാര്യമാണ്. ആദ്യ ടെസ്റ്റിൽ പരിക്ക് മൂലം അദ്ദേഹത്തിന് കളിക്കാനായി സാധിച്ചിരുന്നില്ല. ഗില്ലിന്റെ അഭാവത്തിൽ ദേവ്ദത്ത് പടിക്കലായിരുന്നു ടീം ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങിയിരുന്നത്. എന്നാൽ ഗിൽ തിരിച്ചെത്തുമ്പോൾ 5-ാം നമ്പർ ബാറ്റിംഗ് പൊസിഷനായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളോട് കൂടിയായിരിക്കും നാളെ രണ്ടാം ടെസ്റ്റിനായി ടീം ഇന്ത്യ ഇറങ്ങുക. ഇന്ത്യൻ സമയം രാവിലെ 9:30-നാണ് രണ്ടാം ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത്. മത്സരത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് ഹോട്ട്സ്റ്റാറിലായിരിക്കും ഉണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.